ഗായ്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ലൈവ് ന്യൂസ് പറയൂ. ഇതെന്താ ഇനി എൻ്റെ ആരാ? ഓക്കെ എന്നാ കുറെ ആൾ ചോദിച്ചു എന്റെ കമ്പനിക്കാരനാണോ ഇടവലക്കാരനാണോ? 15 കൊല്ലത്തിന് ശേഷം കിട്ടിയ ഓന്റെ അനിയനുണ്ട്. ഇതാരാ? 5 വയസ്സായില്ലേ? ണ്ട് കുഴപ്പമില്ല. ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് ഈ ഇന്നത്തെ വ്ളോഗ്? ഇന്ന് നമ്മുടെ ഫാമിലി നമ്മൾ പരിചയപ്പെടുത്താൻ പോവാണ്. ഇതാ എന്റെ ഫാമിലി, ഇതള്ളച്ചിയാണ് എന്റെ ഫാമിലി. എന്താ ലൈവ് ന്യൂസ് പറയൂ. പയമാണോ? പയം എന്നുള്ളൊരു വിചാരമുള്ളൂ എനിക്ക്. ചൊടിക്കല്ല ഇനി ഇത് ചൊടിക്കുന്നേ. ചൊടിക്കല്ല. അപ്പൊ ഗായ്സ് ഫസ്റ്റ് എണ്ണ ഇതെന്താ 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 നിങ്ങൾ എന്തിനാ ആൾ വിളിച്ചു വരുത്തി? ഇനി മേലെ അസൈൻമെന്റ് ചെയ്തല്ലേ? ഇനി എന്തിനാ ഞാൻ വിളിച്ചു വരുത്തി? ഇങ്ങോട്ട് പോല ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇനി ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കും. ഇനി ആരാ എന്റെ എടുത്തോ രണ്ടാമത്തവന്? അതിനെ കരപ്പിക്കല പറഞ്ഞിട്ട് പോടാ. ഇനി ആരാ എന്റെ ആ പോടും ഇനി പോടും. എനിക്ക് അസൈൻമെന്റ് ചെയ്തോണ്ടേ. മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഇബ്രാസ് അല്ല യശ്വാൻ കമോൺ ഇവിടെ കടാർന്ന്. ഇനി എൻ്റെ ആരാ? ഓക്കെ എന്നാ ശരി എന്നാ. ഇനി നിജു. ക്യാമറ ഇടാ. ഫസ്റ്റ് നമ്മൾ നിജുവിനെ പരിചയപ്പെടുത്താം. നിജു എൻ്റെ ഉമ്മാന്റെ കുറെ ആൾ ചോദിച്ചു എന്റെ കമ്പനിക്കാരനാണോ ഇടവലക്കാരനാണോ അതാണോ ഇതാണോ എന്നെല്ലാം ചോദിച്ചിട്ട് എന്താ തള്ളിക്കാന്നോനാ പാവോ. അതാണോ ഇതാണോ മറ്റേതാണോ എന്നെല്ലാം ചോദിച്ചിട്ട് നിജു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇടവലക്കാരനാ അല്ല, എൻ്റെ ഉപ്പാന്റെ പെങ്ങളെ മോനാണ്. അപ്പൊ എനിക്കൊരു ഇച്ചാച്ച ഉണ്ട്. ഓളെ ഇവിടെ ഇല്ല, അല്ലെ ഓളെ കാണിക്കുന്നു. പിന്നെ ഇവൻ ഞാക്ക് ഇവ 15 കൊല്ലത്തിന് ശേഷം കിട്ടിയ ട്രോഫിയാണ്. ട്രോഫി ഇത്തിരി ഡേഞ്ചർ ആള്. പിന്നെ ആളെ മെയിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുർക്കുറു എന്ന് പറയുന്ന ഒരുത്തനാണ് ഇവൻ. എന്റെ ശരിക്കും പേര് ഷെബിൻ പയ്യോളി അങ്ങാടി പോയി ഷെബിൻ എന്ന് ചോദിച്ചാൽ പയ്യോളി അങ്ങാടിന്റെ പീഡിയന്റെ ഷട്ടർ വരെ വറക്കും. അതാണ് ഷെബിന്റെ പ്രത്യേകത. ഷെബിൻ നീ ആരാണ് എന്റെ? ഞാൻ ഇവന്റെ വാപ്പാന്റെ പെങ്ങളെ മോൻ. ഓന്റെ അനിയനാണ് കീരൻ കൈ ഗോളിയാണ്. ഓന്റെ അനിയനുണ്ട് കീരൻ കൈ ഗോളി. ഹലോ ഗായ്സ് ഓക്കെ ദെൻ നമ്മളെ സ്വന്തം കഴിഞ്ഞ വീഡിയോയിലുണ്ട്. പക്ഷെ ഇവൻ ആരാന്ന് പറയുന്നില്ല. ഇല്ലേ ഇവൻ എന്റെ ഉപ്പാന്റെ അനിയന്റെ മകൻ. ഇവിടെ ഫുള്ള് ഇവിടെ കണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതെന്താ നെയ്സറിയോ? അത്രയും ടീംസ് ഉണ്ട്. ഞാൻ ശരിക്കും അല്ല ഇതാരാ ഇത് വന്നാ എടാ അങ്ങനെ നടക്കല്ല. ഇവനാണ് ഇതാ അവന്റെ അനിയൻ. നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷെ ഇവന്റെ അനിയനാണ് ഇവൻ. ഇവനൊരേട്ടനാണ്. ഇവന്റെ അനിയനാണ് ഇത്. ഇവന്റെ ബേക്കിൽ നിൽക്കുന്നവളാണ് എൻ്റെ സ്വന്തം പെങ്ങൾ. ഇതാണ് എൻ്റെ ഉപ്പാന്റെ അനിയന്റെ മകൾ, അതും എൻ്റെ പെങ്ങൾ. പേര് അവളുടെ പേര് പറയുന്ന സ്ലാങ് ഉണ്ടല്ലേ. എന്റെ പേര് ഒവൈസ. ഒരു അറബിക് നെയിമും കൂടിയാണ്. ഇവക്കൊരു ഏട്ടനുണ്ട് ശാലം. ഇവക്കൊരു ഏട്ടനുണ്ട് ശാലം. ഓനി ശരിക്കും പറഞ്ഞാൽ കുറെ പറഞ്ഞു കേട്ടോ വ്ളോഗിൽ കയറണം പക്ഷെ ഓനിക്ക് കയറാൻ പറ്റിയില്ല. ഓമ്പടെ ഇല്ല. ഇത് ഞാളെ കുർക്കുറുവിന്റെ പെങ്ങൾ. കുർക്കുറു പേര് പറയൂ. ഷിസാന ഫാത്തിമ. വാവ് നിന്റെ പേര് പറഞ്ഞില്ല. അത് ക്യൂട്ടാടാ ഷിസാന ഫാത്തിമ. അങ്ങനെ ഇട്ടാൽ ആൺകുട്ടികൾ നോക്കുള്ളൂ. എനിക്ക് എങ്ങനത്തെ ആൺകുട്ടീനാണ് ഇഷ്ടം? തള്ള ഞാൻ ആയിക്കില്ല. എനിക്ക് എത്ര വയസ്സായി?
എനിക്ക് 13. അപ്പോൾ ആലോചന ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. എനിക്ക് എത്ര വയസ്സായി എടാ പയം കൊണ്ടോ അല്ലടാ അതിന്റെ അല്ലേ തന്നെ പയം കൊടുത്തിട്ട് എങ്ങനെയല്ല അവിടെ നിപ്പിച്ചതാ. 5 വയസ്സായില്ലേ എടാ. ഇതാരാ ആരോനാ അതാരാ ആരോനാരാ ഇന്റെ അധികം ചോദിച്ചാൽ ചിലപ്പോ അടി കിട്ടും. അതാ അവന്റെ പ്രത്യേകത. അവനെ അടിച്ചു കളയും. അവനൊരു പയം തീറ്റിയാണെങ്കിൽ ആളൊരു പാവ. എമി എന്റെ മീമി. പിന്നെ എന്തല്ല കുറുക്കുറു കുറുക്കുറു ഒരു പ്രത്യേകതയാണ്. കാരണം ഓനൊരു അടിപൊളി ചങ്ങായ. കോസ്റ്റ്യൂമിൽ വീരനും പയ്യോളി അങ്ങാടിയുടെ കാവലിനുമായ പയ്യോളി അങ്ങാടി ഷെബിൻ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും 919 ഷെബിൻ. അതാണ് അഭിമാന നിമിഷം കണ്ടില്ലേ. ഞാൻ ഓളെ ഇടക്കിടക്ക് പറയാം ഞാൻ ഷെബീന്റെ പെങ്ങളാണ്. ഇത് ഷെബീന്റെ നടുവിലുള്ള മോൻ. ഇവനെ കണ്ടാ വിചാരിക്കും അവൻ ഈ പുരയിലെ ഏറ്റവും വലിയൊരു മനുഷ്യനാണ് ഇവൻ. പക്ഷെ അവന്റെ പേര് ഇവനെല്ലാവരും വിളിക്കുക ചോട്ടാണ്. അതായത് ഇവൻ വരെ വിളിക്കുക ചോട്ടാണ്. അതാണ് അവന്റെ പ്രത്യേകത. അത് എന്താ പ്രശ്നം അറിയാം. എന്റെ പെങ്ങൾ ഒന്ന് പിടിക്കടാ അതൊന്നും പറയണം. എന്റെ പെങ്ങളായതുകൊണ്ട് പറയില്ല. കുറച്ച് ഓവറ. സത്യം പറഞ്ഞ എന്താ ഭയങ്കര ഓവറ. ശരിക്കും അറിയാം വൃത്തിയാണ് ഞാൻ എന്തോ ഒരു ആ. പിന്നെ നിജു വാട്ട് അബൌട്ട് യുവർ ഷെയ്ൻ എങ്ങനെയാണ് നീ ഒരു ഗോളിയായി മാറുന്നത്? കൈകൊണ്ട് പിടിച്ചിട്ടില്ലേ? എന്തെന്നാണ് ഷെബീന്റെ കൗണ്ടർ കേട്ടോ. എന്താണ് നീ പിടിച്ചത്? ബോള് പിടിച്ചു. അങ്ങനെ നിബ്രാസ് എനിക്ക് ഫുട്ബോളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം നിബ്രാസിനോട്. എനിക്ക് എന്നെ ഇഷ്ടം എങ്ങനത്തെ ഇഷ്ടം എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്റെ സ്വഭാവം എങ്ങനെ ഒരു ദിവസം നമ്മളോട് നല്ലോണം വർത്താനം പറയൂ. എന്നെ അടിക്കില്ല ഷേസാദന്റെ കേട്ടോ. യശാനെ ഇന്റെ ഇക്കാക്ക നിബ്രാസിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? സത്യം പ്രത്യേകത നിബ്രാസിനെ പ്രത്യേകത വെറുപ്പിടിച്ച കൈ അടിക്കും അല്ലേ. പിന്നെന്താ എനിക്ക് ഓനെ ഇഷ്ടാ. ഓനങ്ങനെ അടിക്കും. ഞാൻ അടിക്കും. ഇനി തിരിച്ചു അടിക്കൂലേ? ഇനി അടിക്കുന്ന ഞാൻ കാണലുണ്ട്. ഞാൻ അടിച്ചിട്ട് എന്നാന്ന് ഇവനെനിക്ക് എന്തോ കഴിവുണ്ടെന്ന് അറിയില്ല. അതല്ല അതല്ല ഇവന് നീ വ്ളോഗ് എടുക്കാൻ പോകുന്നതിന്റെ മുന്നേ അവനൊരു കാര്യം പറഞ്ഞു. എനക്കൊരു സാധനം വ്ളോഗിൽ കാണിക്കണം. അത് കാണിച്ചു കൊടുക്കടാ. ഇങ്ങനത്തെ കുറച്ച് കഴിവുകളുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കഴിവേറിയ ഒരാളാണ് ഷൻസ ഫാത്തിമാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എവിടെയാ പോകുന്നേ? ഒരു തട്ടയെല്ലാം കടിച്ചു പോകുന്നേ. അയ്യോ ഒന്ന് മാറി. എവക്ക് പല കഴിവുകളുണ്ട്. വാ ഷൻസന്റെ കഴിവുകൾ കാണാം. ഇനി ഇതേടുന്ന ഇടുക്കിൽ വരുന്ന അങ്ങോട്ട് ആ സാധനം എനിക്കറിയാം. ഇവൻ ഇവൻ വിട്ട് കൊടുക്കൂല. അതാ ഇവന്റെ പ്രത്യേകത. ഇവൻ വിട്ടു കൊടുക്കൂല. ആ ഇനി കാണിക്കും. ആ എന്റെ മോൻ വാടാ യമിനോസ്. ഇതെന്താ അങ്ങനെ തന്നെ നിന്നുപോയേ? എടാ ഇന്ന് എണീക്കാൻ പറ്റാണ്ട് അങ്ങനെ തന്നെ നിന്നുപോയതാണ്. ഷൻസനെ മറന്നുമല്ല അതിന്റെ മേത്തേക്ക് ഇവൻ. പക്ഷെ അവന്റെ കളി നിർന്നിക്കില്ലടാ. അയ്യോ ഓൻ കളിക്കട്ടെ. ഓന്റെ പുതിയ കളികളാ ഇവന്റെ കളി. അതാ ഇവനെ 15 കൊല്ലത്തിന് ശേഷം നമുക്ക് നമ്മളെ ഫാമിലിയിലേക്ക് കിട്ടിയത്. അതുകൊണ്ടുള്ള എന്തെല്ലോ ഒരു കളി, എന്തെല്ലോ ഒരു പ്രശ്നമുണ്ട്. എടേ ഓക്കെ അല്ലേ? ആ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കാത്തു നിന്ന് ഷെൻസ കുറേ നേരം അവിടെ നിൽക്കുന്നു. അതിൻ്റെ വായ എങ്ങനെ പൂട്ടിയേക്ക് ഷെൻസ കുറേ നേരം കാത്തു നിൽക്കുന്നു. ഓക്കെ ഒന്ന് സൈഡിൽ നാട്ടെ ആ പോട്ടെ. ഇങ്ങോട്ട് നോക്കൂ. ഇതാ ഇവിടുത്തെ പ്രത്യേകത. അടുത്തോന് എടാ ഇത് ഞാനും ചെറുപ്പത്തിൽ കുറെ നടന്നു പോയതാണ്. ഇങ്ങനെ എനിക്ക് ഞാൻ നടത്താൻ പഠിച്ചടേ. ഇടിച്ച് പോടെ കുറെ നേരമില്ലേ. പൊടി മതി. പൊടി അതിനെ കൊണ്ടോട് വേണ്ട. മതി കുറെ നേരം. ഇനി എന്താ നിന്റെ
കണ്ട ഇവക്ക് കഴിവ് കുറച്ച് കൂടുതലാണ്. പ്രത്യേകിച്ച് എൻ്റെ അനിയത്തിയാണല്ലോ. എൻ്റെ അല്ലാണ്ട് ഇവക്ക് കഴിവ് ഭയങ്കര കഴിവാ. എന്തോ ഒരു സാധനം. ഇതെന്താ മിണ്ടാണ്ട് ഇപ്പൊ? അതെന്താ മിണ്ടാണ്ട് ഇപ്പൊ? അത് കോയി മറ്റേ അങ്ങാടിത്തെ ഗുണ്ടയാന്നെല്ലാം പറയാൻ പേടിച്ചു തോന്നുന്നു. ഒന്നും പറയാനില്ല, വെറുതെ അതിന്റെ മുഖം എന്താ എന്തോ പറയാൻ വന്നു. എനിക്ക് പറ, എനിക്ക് ഷെബിയ എന്നെ പറ്റി സത്യസന്ധമായി നിജുവിനെ പറ്റിയിട്ട് നീ എന്നെ പറ്റി പറഞ്ഞല്ലോ. നിജുവിനെ പറ്റി നീ സത്യസന്ധമായി കുറച്ച് കാര്യങ്ങൾ പറ. നിജു എങ്ങനെയാണ് ആള്? നിജു എന്ന് വെച്ചാൽ നല്ലൊരു വ്യക്തിയാണ്. പക്ഷെങ്കിൽ പണ്ട് ഒരു പെരട്ട സ്വഭാവം. അത് പറ. പണ്ടത്തെ പെരട്ട സ്വഭാവങ്ങൾ കുത്തിപ്പോക്കാം നമുക്ക്. മറ്റേ ചൊടിച്ചു എനിക്ക് അവന്റെ പ്രത്യേകത അറിയാം. അവന് എൻ്റെ കൂടി പണ്ടില്ലേ ഇവൻ പൊരേ കയറിയല്ലടാ. എൻ്റെ കൂടി ഞാനെന്താ ചൂടായിക്കണേ, അവൻ പൊരേ കയറൂല, ഇവിടെ കയറൂല. ഇവനങ്ങ് പോയി കളി. എൻ്റെ കൂടി പിന്നെ മിണ്ടൂല. നല്ല വൃത്തിയുള്ള സ്വഭാവം. പിന്നെ ഷെബീന്റെ സ്വഭാവം ഒന്ന് ഇനി പറഞ്ഞു കൊടുക്കടാ. ഷെബീന്റെ നമ്മള് വാപ്പെട്ടില്ല, നമുക്ക് പൈസ അറിയോ? ഞാനെന്തോ ഇങ്ങള് വലിയ സംഭവം ഒന്നും പറഞ്ഞ് ചൊടിച്ചങ്ങ് പോയി. ഇപ്പൊ വിവരമില്ലാത്ത കാര്യം എല്ലാവരും ചെയ്യും. 8ാം ക്ലാസ്സാണ്. അതെവിടെയാടാ? ഇവ ക്ഷീണിച്ചു കേട്ടോ. അവനെ കളിയെല്ലാം കളിച്ചിട്ട് അപ്പാട് ക്ഷീണിച്ചു പോയി. എനിക്ക് 2 പയം കൊടുത്തു. അടുത്ത ഈ നമ്മളെ ഷെഹാൻ ഷാനുവാണ്. ഷെഹാൻ ഷാനുവിനെ പറ്റി കുറച്ച് സ്ത്രീകൾ അങ്ങോട്ട് ആക്കിയതാട്ടോ. എനിക്ക് ഷെഹാനെ പറ്റി എന്താ സത്യസന്ധമായി പറയണം. അത് കള്ളം വെക്കാണ്ട് എന്താ പറയാ, അത് തന്നെ. അത് ചെയ്യാണ്ട് നിങ്ങൾ പറയണം. അത് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് നല്ലോണം കഥ പറയും ഷാനു. കാര്യം പറഞ്ഞല്ലോ കഥ. അതെങ്ങനെ ഉറക്കത്ത് അത് കൊര. കിടക്ക ഇങ്ങനെ ഇളകുന്നു. കൂർക്കം വലിക്ക എങ്ങനെയാ? ഞാൻ ഓക്കെ, ഞാൻ എപ്പോഴെങ്കിലും വലിച്ചിട്ടുണ്ടാവും. ഞാൻ കൂർക്കം വലിക്കല് സംസാരിക്കാം ഗൈസ്. ഉറക്കത്തെ സിനാനെ വിളിക്കൂ, ഫോണിലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരു കാര്യം പറയട്ടെ. ഇതെന്താ എനിക്ക് മാത്രം സംസാരിക്കാൻ പറ്റൂ? നീ ഞാൻ നല്ലോണം പുതപ്പ് മൂടിയിട്ടല്ല കിടക്ക. അതിനെ കൊണ്ടോട് കടക്ക് പുറത്ത് കഴിഞ്ഞോക്കെ ഞാൻ ഉറങ്ങുകയായിരിക്കും. നല്ല വൃത്തിക്ക് ഉറങ്ങിയിരിക്കുക. സ്വപ്നം വൃത്തിക്ക് എങ്ങനെയാന്ന് പറയാ? ഡബ്ല്യു പോലെ. അതാ വൃത്തി. ഞാള് വിചാരിച്ച് മൂഞ്ചിന്ന്. എന്റെ ഫോണിന്റെ സ്റ്റോറേജ് ഫുള്ളായി. അത് ഇത്രയും നല്ല കഷ്ടപ്പെട്ടിട്ട് എടുത്തതാ. ഇപ്പൊ എന്താ മൊത്തം ഷോ. നിങ്ങളിപ്പോ ഇതിന്റെ വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ട്. എന്നടക്കാൻ അങ്ങനെ നിന്നേരം പോയതാ സംഭവം കേട്ടോ. ഞങ്ങള് വിചാരിച്ച് വീഡിയോ കൈമെന്ന് പോയി പോയിന്ന് വിചാരിച്ചു. അച്ഛൻ ചെറിയോനെ കൊണ്ടല്ലേ കളിപ്പിച്ച്. നിങ്ങളിപ്പോ കാണുന്നല്ലോ, കാണിക്കണല്ലേ? ചെറിയെല്ലാം പോയി. അങ്ങനെ ഫോണ് മൊത്തത്തിൽ ഫുള്ള് ചൂടായി പോയി. ഫോൺ ഇൻഷാല്ലാ മാറ്റണം. പിന്നെ നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കുറച്ച് ആൾക്കാരോട് ചോദിക്കാനുണ്ട്. ഇതാണ് നമ്മളെ ഷെബീന്റെ. ഈ ഷെബീന്റെ പെങ്ങള്. ഓളിപ്പോ എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്റെ ഇക്കാക്കാനെ കുറിച്ചും കുറച്ച് ആൾക്കാരെ കുറിച്ചും ഇങ്ങനെ കളിക്കുന്ന അതിന്റെ ഇടയ്ക്ക് അതിന് നോക്കി പേടിപ്പിച്ചത് കാര്യം ചെയ്തു. സത്യം പോലെ പറഞ്ഞു. ഒരു കുഴപ്പമില്ല. ഇനി പറ, എന്താ എനിക്ക് ഷെബീനെ പറ്റി സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു. ഷെബീക്കാന്ന് വെച്ചാല് കുഴപ്പമില്ല. അതല്ല, വെറുതെ ഇങ്ങനെ ആയിരിക്കും. വെറുതെ അടിക്കും. എനിക്ക് ഇഷ്ടം നുള്ളുന്ന വേക്കി കൂടി അത് നുള്ളുന്നു. അത് ഞോട്ടിയാ ഞങ്ങളെ ടീംസ് ഉണ്ട് കേട്ടോ അവിടെ. എനിക്ക് ഇഷ്ടമില്ലാത്ത
കാര്യം എന്ന് വെച്ചാൽ എന്നെ വെറുപ്പിക്കാം അവൻ വേണ്ടാണ്ട് വെറുപ്പിക്കും. അതില്ലേ നമ്മളെ ഇക്കാക്കന്മാരൊരു പ്രത്യേകത അല്ലേ ഷംസ? അത് നമ്മളൊരു സുഖവും ഒരു സന്തോഷം. അത് ബാക്കി വേറെ എന്ത് ക്ഷമിക്കുന്നു മനസ്സിലായി നമ്മളെ സുഖം എന്താ. നമ്മളെ സുഖം എന്താ പറഞ്ഞാൽ ഓക്കെ. പിന്നെ എനിക്കൊരു ഇക്കാക്കയും കൂടി ഉണ്ട്. എനിക്ക് 2 ഇക്കാക്കമാരുണ്ട്. ഓനിപ്പം ഇവിടെ ഇല്ല. ഓനും ഗീനി പോയി കളഞ്ഞ മൊത്തത്തില്. ഇവിടെ കണ്ടോ ഞാളെ എങ്ങനെയുള്ള സ്ഥലേനു ഇപ്പൊ ഇത്ര ആൾക്കാരുള്ളൂ. കാരണം ഫോണ് പോയി മൊത്തത്തില് കുടുങ്ങിപ്പോയി. ഓക്കെ പറ. അതൊരു പാവം മനുഷ്യനാട്ടോ. ഷെയ്ന്ന് പറഞ്ഞ മനസ്സിലാക്കില്ല. ചോട്ടാന്ന് പറഞ്ഞില്ല. ചോട്ടാന്ന് പറഞ്ഞ വലിയൊരുത്തെന്ന് പറഞ്ഞില്ല. അതാണ് ഷെയ്ൻ. രണ്ടാള് സേവിച്ച് അവൻ അടിക്കുന്നേ. ആള് വീട് അടിച്ചാളിതാ ഷെബി. അങ്ങനെ പറയില്ല. ഷെബി നോക്കി പേടിപ്പിച്ചാലടാ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ നാളെ അടിച്ചാളി അതിനെ പോലെ. കുഞ്ഞനെന്താ ആക്കിയാല് പറ. ബാക്കി പറ. എനിക്ക് പറയാനുള്ള കാര്യം മൊത്തം പറഞ്ഞു. എന്തെല്ലാം മനസ്സിലായിരുന്നെല്ലാം പറഞ്ഞു. അത് തന്നെ അല്ലേ? ഞാൻ 2 റുപ്യന്റെ കോലി മിഠായി വാങ്ങി തന്നിട്ടുണ്ട്. 1 റുപ്യന്റെ ഓനോ ഇതോന് എന്നെ കൊണ്ടുവന്നിക്കണ്ടേ തിന്നാൻ തരും. അതിനൊന്നും ഇതേതോ ആരോ വന്ന് തെണ്ടുന്നില്ല. എന്തേ കൊണ്ടുവന്നിക്കണേ തിന്നാനല്ല എന്തേലും. ഞാനത് വാങ്ങിയാങ്ങി തിന്നോന്ന്. മുട്ടായി അങ്ങനത്തെ മുട്ടായി പിന്നെ ഇപ്പറ ഇല്ലടാ. ക്യാമറ നിന്നിട്ട് 7up ഇല്ലടാ. ഇപ്പറം വന്ന് നിന്നിട്ട് പറയാ 7up ഉളുപ്പില്ലാത്ത കൊറേ പറഞ്ഞില്ലേ പറഞ്ഞ് കുപ്പി തന്നിട്ട് പറയുമ്പോൾ ആ ബേക്കി കൊണ്ടിട്ടേക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ബേക്കിന്ന് വന്ന് പറയാ അത് പറ 7up എന്ന് പറ. പിന്നെ എന്തെങ്കിലും വന്തി ബേക്കി കൂടി വന്ന് പറഞ്ഞു വന്തി. ഷെയ്നും അങ്ങനെ തന്നെ. ഷെയ്നെ ഷെബി കാണാൻ കാട്ടിട്ട് കൂടുതൽ എനിക്ക് തരൂ. പിന്നെ എന്താ ഉദ്ദേശിച്ച മനസ്സിലായില്ല. മൂത്തോനെ താന്നതാണോ? എത്ര കൊടുത്താലും എന്റെ ഫോണിനെക്കാട്ടിയും ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ആ മറ്റേ ഇതിൽ തന്നെ എടുത്താൽ എത്ര നമ്മളത് കൊടുത്താലും മൂത്തോലി ഒരു പട്ടി വില തരും. ഇല്ല അതില്ല. അങ്ങനെ പറയരുത്. അതില്ല അതിപ്പോ എന്തിനാ പറയാ പറഞ്ഞ മനസ്സിലാക്കില്ല എനിക്ക്. പെപ്സി അല്ല ബേക്കി കൂടി ഒരു നോട്ടോ. മര്യാദക്ക് എന്നെ പറ്റി അയ്യ ഉളുപ്പില്ലാത്ത കുളിക്കാൻ കയറിക്കും. ഇപ്പൊ എന്റെ അനിയ ശേഷാത് അയ്യ സൗണ്ട് ആയത് വൃത്തിയാത്തോ. ഓ ജന്മത്തിൽ കുളിക്കലില്ല. അപ്പോഴത്തേക്ക് വീഡിയോ ഓണാക്കുന്നേക്കോ. ആ ഇനി പറ. ഇങ്ങോട്ട് വന്ന് പറഞ്ഞ എല്ലാ ചെടികൊണ്ട് കുളിക്കുന്നത് പുഷ്ടിച്ചമ്മ. ഓനെ പറ്റി ഇപ്പൊ സംസാരിച്ചിട്ട് ചിലപ്പോ പ്രശ്നമാകുക വേണം. എന്തല്ല എന്തോ ഇവിടെ വൃത്തികള് ഭയങ്കര ക്യൂട്ട്നെസ് ഇട്ട് പേരക്കുട്ടി. എന്റെ പെങ്ങളാനും കൂടെ അറിയില്ല. ഓള് നേരത്തെ പറഞ്ഞില്ലേ? ഓള് നേരത്തെ പറഞ്ഞില്ല. ഇല്ല പാവാണ്. എനിക്കെല്ലാം കൊണ്ടുതരും. എന്താ ആയില്ല ഇങ്ങനെ പറയാൻ എന്താ ഓഫർ ചെയ്തേ? ഇങ്ങനെ പറയാൻ എന്താ ഓഫർ ചെയ്തേ? ആ ഇപ്പൊ എന്താ ഓഫർ ചെയ്തേ? ഓ ഏറ്റിട്യൂഡ് നോക്കിഞ്ഞിട്ട് പോകുന്നില്ല. അതാ തോണ്ടുന്ന് ബേക്കുന്ന് കൈയിട്ട് തോണ്ട. ഏയ് സത്യം പറയാ എനിക്ക് പക്ഷെ എന്നോട് ഭയങ്കര സ്നേഹം. പക്ഷെ എന്റെ രണ്ടാമത്തെ കാക്ക എന്നോട് അത് ഷെഹസാദിന്റെ ക്യാരക്ടർ വേറെ, എന്റെ ക്യാരക്ടർ വേറെ. ഞാൻ 5 രൂപ മഞ്ചു ഓന് 5 രൂപ മഞ്ചു ആയി കൊടുക്കും. ഇവന് 40 ഡയറി മിൽക്ക് ആയി കൊടുക്കും. 40 രൂപ സ്നേഹം കൂടുതലായിരിക്കും. 40 എല്ലാരോടും പറയണ ബാത്തുവിന്റെ കൂടി ആയാലും എല്ലാരോടും പാവം പേടിച്ചിട്ട് പറയാടാ.
പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ വാത്തൂരുടെ ജനത്തിനോട് പറയാം, മായി തരുന്നൊരു കൊറേ പൈസ ഉള്ളവരൊന്നും അല്ല, സ്നേഹമുള്ളവർ. Yes. പക്ഷേ ഷാനു ആ ഒരു idea. സ്നേഹം എന്നോട് ഉണ്ട്. സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാൻ പറ്റൂല ആ പ്രകൃതിക്ക് നീ പറഞ്ഞു പ്രകൃതി നിയമമാണ്. ദാസേട്ടന്റെ കോഴിക്കോടോ? ഏത് ദാസേട്ടന്റെ കോഴിക്കോട്? എനിക്കൊന്നും എനിക്കൊന്നും പറയാനില്ല. എനക്കൊന്നും പറയാനില്ല, കാരണം ഇങ്ങനെ എനിക്ക് മഞ്ചി തന്നിക്കില്ലല്ലോ. ഓലിക്ക് രണ്ടാക്കി ഇങ്ങനെ മഞ്ചി കൊടുത്തിട്ട് ഒരു അനിയത്തി ഉണ്ട് കേട്ടോ, ഇതായിട്ട് വന്ന ഞങ്ങളുടെ കുടുംബത്തില് വ്യക്തികൾ ഞാളിനിപ്പോ ഇവിടെ നടക്കു പോലെ ഇവിടെ ഒരു അംഗനവാടി തുടങ്ങിയാലോ? കുട്ടികളുടെ സംഗമം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫാമിലി വ്ളോഗ് ചെയ്യാനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അത് പ്രിയപ്പെട്ട കുഞ്ഞാപ്പന്റെ മകളാണ്. യെസ്, കുഞ്ഞാപ്പ ഈസ് വെരി വെരി സുന്ദരൻ സുകുമൻ. അതന്നെ കുഞ്ഞാപ്പാന്റെ കൂടെ എന്തോ ഗൾഫ് നോണ്ടാൻ പഠിക്കട്ടെ, എന്തോ കൊടുത്തൂടാ പറഞ്ഞു, എന്തോ കൊടുത്തു. ഇവളൊരു അനിയനുണ്ട്. ഇതെന്താ എവിടെ ഉമ്മ പുറത്ത് വന്ന് ബോമ പുറത്ത് വന്ന് സത്യം പറയാമോ മഹാപടക്കാം. ആ വടക്ക ഓന് ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ടൊന്നും പറയാലോ. എടാ ഈ ചെറിയ മക്കളെ കൂടെ ഇവരെല്ലാം വിചാരം വാങ്ങി തരുന്നോല എന്തോ ഒരു സ്വഭാവമുണ്ട്, പല്ലിന്റെ തൊട്ട് പല്ലിയില്ലേ ഇങ്ങനെ അത് ഓരോരാൾ ഓരോ ടൈപ്പ്. അത് പാർട്ടി ആരില്ല. വേഗം പോടെ അല്ലേ, ഞാൻ എടുത്താളേ. എന്താ എന്താ അല്ല കണ്ടല്ലോ കുളിച്ച് വരുന്നുള്ളൂ. പിന്നെ കുളിക്കുന്നത് പാതിരാക്കോ പാതിര ഉണ്ടെങ്കിലേ അല്ല. ഒവൈസ് എന്താ ഇങ്ങനെ പറഞ്ഞാളെ നമ്മളെ എനിക്ക് വെറുപ്പിടിച്ച് കിട്ടാ, വെറുപ്പ് പിടിച്ച് കിട്ടാ. അവൻ പൂട്ടിക്കണ്ണ്, അപ്പാട് പൂട്ടിക്കണ്ണ് പാതില്. അല്ല ഒവൈസ് എന്താ ഈ ചാബൂട്ടിനെ പറ്റി ഇത്ര ക്രൂരം? എൻ്റെ ഒരു ഇക്കാക്കല്ലേ അത്. ചാബൂട്ടൻ പെടില്ലട്ടോ. ഇൻഷാല്ലാ അടുത്ത വ്ളോഗിൽ ചാബൂട്ടൻ നമുക്ക് കാണിക്കാൻ പറ്റും. കൊണ്ടുവരും. ചാബൂട്ടൻ പറഞ്ഞു കിട്ടാ എനിക്ക് എന്തായാലും വ്ളോഗിൽ വരണം എന്നല്ല. പാവം അത് ഇന്നലെ പോയിപ്പോയി. ഇവൻ പക്ഷെ ഇവൻ സീനാട്ടോ, ഇവനെ പേടിക്കണം. ഇവനെ രാത്രിയാ പേടിക്കണ്ടേ, ഇവൻ അങ്ങനല്ല അങ്ങനെ അതല്ല. രണ്ടാൾ ഒരാൾ നിജുക്ക പാവാട്ടോ, നല്ലൊരു കാക്കട്ടോ. എനിക്ക് നിജുക്കാനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഷാനൂക്കാന്ന് വെച്ചാല് ഷാനൂക്കാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷാനൂക്കാൻ പാവട്ടോ. ഈ കുടുംബത്തിലെ ഏറ്റവും പാവം നിജുക്കയാണ്. ഇതേതാ വൃത്തി കെട്ടോന്ന് ഞങ്ങൾക്കറിയാലോ, മക്കൾക്ക് അറിയൂലോ. മക്കളെ പിന്നെ ഇവിടുത്തെ എല്ലാ ആൾക്കറിയാലും ഭയങ്കര ഞാൻ പറഞ്ഞേടാ ഇങ്ങനെ ഇങ്ങനെ നല്ലതാ നല്ലതാ പറഞ്ഞിട്ട് കളിക്കുക. സവാദിന്റെ തൊട്ട് ആടെയും വിടല് സവാദേനും ജവാദ് വന്നേനും. പക്ഷെ ഇന്റെ മനസ്സിലുണ്ട് എനിക്കല്ല വയസ്സില്ല. ഇവിടെ പാവങ്ങൾ വെച്ചാല് നിജുക്കയും ഷെയ്നുമാണ്. പക്ഷെങ്കിൽ ഷെയ്നു ഇവിടുന്ന് പാവാണ്. അങ്ങനെ ഭയങ്കര വൃത്തികെട്ട സ്വഭാവം. ഞാൻ പിന്നെ ഒരു മെയിനായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ മതി. ഈ വ്യക്തി ഉണ്ടല്ലോ ഇവിടെ എല്ലാരെ കാട്ടി മൂത്തതാട്ടോ. നിജു എന്നെ കാട്ടി മൂത്തതാ. നിജു 2003. മറ്റുള്ളവർ പറഞ്ഞ കേൾക്കുന്നില്ല. ചെങ്ങായി അമറപ്പുറം തോണിയില് ചങ്ങായി കഞ്ചാവും പിടിച്ചു പോകുന്നു. ഇവനെ കൊണ്ടോ എനക്ക് ഞാനിതാ ഈ വ്ളോഗിങ്ങൾ അന്നേരം എടുത്ത് പറയും. ഇവനെ ഒരു ദിവസം കഞ്ചാവും കൊണ്ട് പിടിക്കും. കാരണം ഇവനെ എടാ ഇങ്ങനെ പറഞ്ഞ എന്റെ കൂടെ എന്താണ് പറയാ, ഇവിടുന്ന് എന്റെ കൂടെ എന്താണ് പറയുക, ഇവിടുത്തെ ഇങ്ങനെയാടാ പോകുന്നത് ഇങ്ങോട്ടോ. എന്റെ കൂടെ ഇവിടുത്തെ കുടുംബക്കാരുടെ പുഴക്കാരെല്ലാം പറയാ നിജുവിനെ കണ്ടുപഠിക്ക്. എന്നെ എന്റെ ഇക്കാക്കും കൂടിയാണല്ലോ, ഓനെ കണ്ടുപഠിക്കണോ, ഓനെ അങ്ങനെയാടോ ഓൻ ഇങ്ങനെയാടോ. പക്ഷെ അമ്മക്കറിയില്ലേ, ഞാൻ പ്രാർത്ഥിച്ചിട്ടോ പടച്ചോനെ ചെയ്താൻ എന്തെങ്കിലും പിടിക്കട്ടെ, കഞ്ചാവ് പിടിക്കട്ടെ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതാ റാത്ത് സാധനമാണ്, എന്നെക്കാട്ടി വൃത്തിയോട്ടോ. അപ്പൊ ഗായ്സ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സ്റ്റോറേജ് മൊത്തത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അല്ല ഇവള് കഴിക്കില്ല. അല്ല ഇവള്
ഇത്തിരി കലാപരമായിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ഇവിടെ റൂമിലൊക്കെ അത് നമുക്ക് നമുക്ക് അടുത്ത വേറെ ഇനിയും അപ്പൊ ഇതിന്റെ രണ്ടാം ഭാഗമായിട്ട് നമ്മൾ എന്തായാലും ഇൻഷാല്ലാ ഇതിന്റെ ഒരു വേറെ ഭാഗമായിട്ട് നമ്മള് വരുന്നായിരിക്കും. പക്ഷേ ഈ ടീഷർട്ട് ഒന്നല്ല കേട്ടോ ഉണ്ടാകുക. വേറെ വേറെ എനിക്ക് ജീവിച്ചാൽ പിള്ള മനസ്സിൽ കള്ളമില്ല. ഞാളെ കുടുംബം പറഞ്ഞാലും അങ്ങ് അല്ല നമ്മളെ കുടുംബം ഞാളെ കുടുംബത്തിൽ ഇത്ര ഒന്നല്ല കേട്ടോ എണ്ണ സംഖ്യകളെ. ഇനിയും വരാനുണ്ട് കുറച്ച് സാധനങ്ങൾ. ഇനിയും കുറച്ച് ആൾക്കാർ വരാനുണ്ട് അല്ലേ? ആൾക്കാർ വരാനുണ്ട് കേട്ടോ. ഇൻഷാല്ലാ അടുത്ത വ്ളോഗിൽ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇൻഷാല്ലാ നമുക്ക് എനിക്ക് ഷെബീഖാനെ കുറിച്ച് വീഡിയോ പോയിനു അങ്ങനെ വീഡിയോ പോയാലോ ഞാൻ ചോദിച്ച ഒരു 10 റുപ്യ തരും. അന്നേരം പറഞ്ഞ എന്റെ അടുത്ത് ആകെ 10 റുപ്യ ഉള്ളു. പച്ചക്കള്ളത്താണ് പറഞ്ഞത് 10 റുപ്യ ഉള്ളു. അങ്ങനെ 2 ലേസും വാങ്ങിപ്പോയി. അങ്ങനെ ഉമ്മത്തിക്കാന്റെ കയ്യിൽ 20 റുപ്യ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞേ അന്നേരം അടുത്ത തള്ളു ഞാനത് ഉപ്പാപ്പാക്ക് ബാക്കി കൊടുക്കേണ്ട പൈസയാണ്. ഞാൻ ഉപ്പാവ് കൊടുത്തില്ലേ? ഈ കുട്ടികൾ കാണാണ്ട് ലേസ് കട്ടിട്ട് അതിന്റെ ഏറങ്ങ് പോക്കും. എന്നിട്ട് അരേ താത്തിട്ട് കൊണ്ടുവരില്ല. അതാ ഞാൻ നോക്കിയത് പെന്നാന്നില്ലേ അടി അങ്ങ്. ഉപ്പാപ്പ 10 റുപ്യന്റെ പപ്പടത്തിന് ഉപ്പാപ്പ 10 റുപ്യ വില കൊടുത്തുള്ളൂ. 2 റുപ്യ വരെ കോലുമുട്ട ഞാൻ കൊടുത്തില്ലല്ലോ. 5 റുപ്യ പറഞ്ഞ എനിക്ക് ലേസ് വേണം. 2 റുപ്യ ഇല്ല പപ്പടം വാങ്ങിക്കൊണ്ട. 10 റുപ്യ ഓനിക്ക് 10 റുപ്യ പോരെ. ഇവന് മറ്റേ നടക്കുന്ന ടാക്സ് സ്വഭാവത്തിൽ പറയുന്നത് കുഴപ്പമില്ലെന്നാണ് എനിക്കറിയില്ല. ഇവളാട്ടോ ഇന്നത്തെ എന്നെ കാട്ടി നമ്മളെ ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം മാൻ ഓഫ് ദ ഗേൾ അല്ല മാൻ ഓഫ് ദ ഗേൾ ഓഫ് ദ മാച്ച് ട്രോഫി അതിന്റെ ട്രോഫി കൊടുക്കും. എടാ ഓരോരാള് പറയട്ടോ എല്ലാരും കൂടി ചെറുപറ പറഞ്ഞ ബൈക്കില്ലാത്തതിനെ കൊണ്ട് സീന. ഇവക്ക് ഇങ്ങനെ കുറെ അവാർഡുകളും എവിടെ ഭയങ്കര കൈവുള്ളോളാ കേട്ടോ. എന്റെ ബാപ്പ ഇത് കാണുന്നേരോ ബാപ്പ അഭിമാനിക്കട്ടെ. നമ്മളെ വിദ്യാലയത്തിൽ കറാട്ടക്ക് ബെൽറ്റെല്ലാം ഉണ്ട് മോളെ. ഇത് ടൈം എന്തെന്ന് ഓടെ ചിലക്കാണ്ട് പോളെ മറ്റുള്ള പോലെ എനിക്ക് എന്ത് കിട്ടിക്കടോ. കൊറേ പട്ടയും അണ്ടി കിട്ടി. ഇതുണ്ടോ ഇവള് വരച്ചതാട്ടോ ഇത്. പക്ഷെ അത് നല്ല രസമുണ്ടല്ലേ. ഇത് നോക്ക് നല്ല രസമില്ലേ. സെൻസെ ഇഞ്ചോട് ഞാൻ ഇപ്പഴും പറയാം ഇന്റെ കൈകൾ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകും. ഇൻഷാല്ലാ നമ്മള് പൊളിച്ചു. ഇത് മാത്രം ഓള് വരച്ചേ ബാക്കി മൊത്തം ഞാനാ. വെള്ളം കുടിച്ച എന്തൊരു കോമഡിയാണ് ഇത്. അതിന്റെ പേര് 14 മിനിറ്റ് ആയി. സമയമില്ലായിട്ടല്ല ഇതെല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ടുണ്ടെ ചിലപ്പോ ഫോണ് കത്തിപ്പോണ്ട്. ഷാരൂഖ് ഖാൻ ഇഷ്ടമുള്ളവര് ലൈക്ക് ചെയ്യാ, നിജാസിന് ഇഷ്ടമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യാ, 2 ഇഷ്ടമില്ലാത്തൊരു കമന്റ് ചെയ്യാം. അപ്പൊ ഗൈസ് നമുക്ക് ഇൻഷാല്ലാ ഇതിന്റെ പാർട്ട് 2 ഇൻഷാല്ലാ നോക്കാം. നമുക്ക് എടുക്കാം. കേരളം ശബിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഓന് ജിമ്മനാ ഊരായിട്ട് പോട്. ഓക്കെ ഗൈസ് അതാരാ ഇത് വൈൻഡ് പക്ക്. വെൽക്കം ബാക്ക്. ഇതാട്ടോ ഷെയ്ന് നമ്മളെ ഷെയ്ൻ കുട്ടൻ. നല്ല വേന ഷെയ്നെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടോ ഇവള്. ഇതാണ് കേട്ടോ ഷെയ്ന്. ഓക്കെ നമുക്കിനി ജിമ്മിനെ നോക്കിട്ട് ഓക്കെ ഇത് വൈൻഡ് പേട്ടോ. അപ്പോ ഇൻഷാല്ലാ ഷെൻസ പറഞ്ഞതിന്റെ തൊട്ട് എന്നെ ഇഷ്ടമുള്ളവർ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പൊ കുറുക്കുട് മോനെ ഇഷ്ടമുള്ള വീഡിയോ സ്കിപ്പാക്കി പോട്. അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയില് എന്റെ എക്സ്പെരിമെന്റ്സ് എല്ലാം കാണിച്ചു തരുന്നതാണ്. ഓക്കെ ബൈ ബൈ. എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ എന്നാ ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.